സ്കൂൾ സമയമാറ്റം അശാസ്ത്രീയമാണെന്ന് എ പി വിഭാഗം സമസ്ത. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്ത യോഗത്തിലാണ് സർക്കാരിനെതിരെ വിമർശനമുയർന്നത്. അതേസമയം ഒരു വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ നടക്കണം. രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള മികച്ച വിദ്യാലയങ്ങളുടെ സമയക്രമത്തെക്കുറിച്ച് പഠിച്ചു വേണം ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ എല്ലാവരുടെയും ഒന്നിച്ചുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. വിമർശനങ്ങൾ ഉയരുമ്പോൾ വിഭാഗീയത കാണുന്നത് അംഗീകരിക്കാനാകില്ല. ഇങ്ങനെ പോകുന്നു മലപ്പുറം മാദിൻ ക്യാമ്പസിൽ ചേർന്ന കേരള മുസ്ലിം ജമാഅത്ത് നേതൃയോഗത്തിലെ വിമർശനങ്ങൾ. സ്കൂൾ സമയമാറ്റം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്ന് മുസ്ലിം ജമാഅത്ത് നേതാക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കുട്ടികളുടെ മാനസികമായ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ കുട്ടികളുടെ മാനസിക നിലയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു സമയമാറ്റവും കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തുന്ന പ്രക്രിയയും ആരംഭിക്കേണ്ടത്. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ മന്ത്രി സർക്കാരിനെ വിരട്ടരുതെന്ന് മുസ്ലിം സംഘടനകൾക്ക് മുന്നറിയിപ്പും നൽകി. പിന്നെ ഇപ്പോൾ ഈ സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ, ആവശ്യത്തിന് വേണ്ടി പിന്നെ സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ പിന്നെ ഒരു പ്രത്യേക സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ടില്ല. നേരത്തെ സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത ഇ.കെ. വിഭാഗം പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് എ പി വിഭാഗത്തിന്റെയും പരസ്യ വിമർശനം. മീഡിയ വൺ, കോഴിക്കോട്.